നമസ്കാരം, ഞാൻ രമേഷാണ്. BSR വിഷ്വൽ മീഡിയയിലേക്ക് ഏവർക്കും ആദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വിവേകാനന്ദപുരത്തെ വിവേകാനന്ദ കേന്ദ്രയിലെ ബീച്ചിലാണ്. ഇവിടെ വന്ന് നമ്മൾക്ക് സൂര്യോദയം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നത്. പക്ഷേ ഇവിടെ മൊത്തം ആകാശമൊക്കെ മൊത്തം ഭയങ്കരമായിട്ട് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ എന്നാലും ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ ഇവിടുത്തെ റൂമിൽ, അതായത് നമ്മുടെ വിവേകാനന്ദ കേന്ദ്രയിൽ വന്ന് താമസിക്കുന്ന താമസക്കാർ, നമ്മളെ വിനോദസഞ്ചാരികൾ, അവരെയും നമ്മുടെ ഇവിടുത്തെ ബീച്ചിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ BSR സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരൊന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിരാവിലെ ഇവിടെ എത്തിയായിരുന്നു. അതിപ്പോൾ ഞാൻ ഇവിടെയാണ് ഉള്ളത്, വിവേകാനന്ദ കേന്ദ്രയിലെ ബീച്ചിൽ. അതായത് വിവേകാനന്ദ കേന്ദ്ര മെയിൻ ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബീച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ബീച്ചിലാണ് നമുക്കിവിടെ ഉള്ളത്. ബീച്ചിന് അങ്ങോട്ടേക്ക് തീരത്തേക്ക് ഇപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് കച്ചവടക്കാരൊന്ന് ശംഖും ചിപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഈ തിരമാലയൊക്കെ കൂടുതലുള്ളതുകൊണ്ട്, ഭയങ്കര ഈ കാറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊന്നും കണ്ടു, ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ പശ്ചാത്തലമൊക്കെ നമുക്കുണ്ട്. ഏവർക്കും BSR വിഷ്വൽ മീഡിയയിലേക്ക് ആദ്യമായി സ്വാഗതം. കണ്ടോ, മൊത്തം ക്ലൗഡാണ് കേട്ടോ. ഇതിലെങ്ങനെയാണ് സൂര്യോദയം എടുക്കാൻ കഴിയുക? മൊത്തം കണ്ടോ, മൊത്തം ക്ലൗഡാണ്. ഇത് ഇവിടുത്തെ ബീച്ചാണ് കണ്ടോ, ബീച്ചാണ്. അതിൻ്റെ സന്ദർശകരെ കണ്ടോ, അവരൊക്കെ വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇത് എല്ലാവരും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സൂര്യോദയം കാണാൻ വേണ്ടിയുള്ള തിരക്കാണ്. പക്ഷേ ഇവിടെ വന്ന് കാണാൻ കഴിയാത്ത ഒരു അവസ്ഥ കണ്ടോ. വളരെയധികം ആൾക്കാർ വന്നിരിക്കുകയാണ് കണ്ടോ. എല്ലാവരും വന്ന് ഇവിടെ സൂര്യദേവനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ സൂര്യദേവൻ മേഘങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞു ഇരിക്കുകയാണ്. ആ കാണുന്നതാണ് തിരുപ്പതി ക്ഷേത്രം. അതുകൊണ്ടാണ് കാണുന്നല്ലേ, അതൊരു ഗോപുരം, ഒരു ഗോൾഡൻ കളർ. അതാണ് കന്യാകുമാരിയിലെ തിരുപ്പതി ക്ഷേത്രം. നമ്മൾ വരും ദിവസങ്ങളിൽ അവിടെ നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവിടുത്തെ തീരം കണ്ടോ, ഒരു കരിമണൽ പോലെ ഒരു കറുത്ത മണ്ണാണ് കണ്ടോ, കറുത്ത മണ്ണുള്ള തീരമാണ്. ഇതൊന്ന് കാണുമ്പോൾ നല്ല ശാന്തമായ തീരം പോലെയാണ്. പക്ഷേ അത് ഗേറ്റ് തുറന്ന് കഴിഞ്ഞാൽ അത് ഇവർ വന്ന് ആൾക്കാർ അതിനകത്തേക്ക് കയറും. അവിടെ പോയി കഴിഞ്ഞാൽ വലിയ കുഴിയാണ്. അങ്ങോട്ട് പെട്ടെന്ന് ഒരു വലിയ താഴ്ചയുള്ള കുഴിയാണ്. അപ്പോൾ അതിലേക്ക് ആൾക്കാർ പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗേറ്റുണ്ട്, ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടുത്തെ ഗേറ്റ് അതാ തുറന്നിരിക്കുകയാണ് കേട്ടോ. ഗേറ്റ് തുറന്നിരിക്കുകയാണ്. ഗേറ്റിൽ കൂടി ഒരു താഴോട്ട് പോവുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. അപ്പോൾ അവിടെ തുറന്നിരിക്കുകയാണ്. അവിടെ ചിപ്പി, മുത്ത്, ഇങ്ങനെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതങ്ങോട്ട് നോക്കാം. അതുകൊണ്ടോ ശംഖ്, ചിപ്പി എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു ചേച്ചി വെച്ചിരിക്കുകയാണ്, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. കടൽ തീരത്തെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. അത് ഇച്ചിരി അപകടം പിടിച്ച ഒരു തീരമാണ്. അങ്ങോട്ട് കൂടുതൽ ഇറങ്ങാൻ കഴിയില്ല. അവിടെ ഒരു പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അതെല്ലാവരും സൂര്യോദയം കാണാൻ കഴിഞ്ഞില്ല. അതെല്ലാം തീരത്തൊന്ന് ഇറങ്ങി കച്ചവടം പൊടി പിടിക്കുന്നു.
ഓക്കെ, ഇങ്ങനെ ഒരു ചിരമുള്ളത് ആർക്കെങ്കിലും അറിയാവോ? ഇങ്ങനെയുള്ള ഒരു സംവിധാനം. അത് വിവേകാനന്ദ കേന്ദ്രത്തിൽ വന്ന് മുറിയെടുത്താൽ നമുക്ക് ഇവിടേക്ക് വന്ന് കാണാൻ കഴിയും. കണ്ടോ? എല്ലാം സെൽഫി എടുക്കുന്നു, തീരത്ത് കൊടുക്കുന്നു. അവിടെ കണ്ടോ? ഈ അമ്മയും മോനുമാണ്, അമ്മയും മോളുമാണ്. വാലോട്ടിക്കും നിൽക്കുന്നുണ്ടോ? ഈ ഇവിടെ വരുന്ന സഞ്ചാരികൾ വല്ല ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണ സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ഇവർക്ക്. വേണ്ട കുഞ്ഞൻ കണ്ടോ? ആ കറങ്ങി ചുറ്റി ചുറ്റി വരുന്നുണ്ടോ? മാല കൊടുക്കുന്നു, മാല കൊടുക്കുന്നു. അങ്ങനെയുണ്ട്, സുന്ദരമല്ലേ? വലിയ തിരക്കൊന്നുമില്ല, എല്ലാവർക്കും സുഖമായിട്ട് നിന്ന് അവർക്ക് ആനന്ദിക്കാം. ഒരു അതിശയം കാണിച്ചു തരാം. സൂര്യോദയം കണ്ട, കന്യാകുമാരിയിലെ സൂര്യോദയം. അതാ നമുക്കൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. കണ്ടോ? കന്യാകുമാരിയിലെ സൂര്യോദയം കണ്ടോ? 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 ഇതാണ് കന്യാകുമാരിയിലെ സൂര്യോദയം. കണ്ടോ? ഏതായാലും നമുക്ക് ഭാഗ്യം ഉണ്ടായി കേട്ടോ. ഉണ്ടോ? എന്നാലും ഇതിന് മേഘം ഇതായിട്ടിരിക്കുന്നുണ്ടേ അതത്ര കിട്ടുന്നില്ല, കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കണ്ടോ? സൂര്യഭഗവാൻ പതുക്കെ മേഘപ്പാളികൾക്കിടയിലേക്ക് മറയുകയാണ്. അതിൽ ഇത്രയെങ്കിലും നമുക്ക് കിട്ടിയല്ലോ, ഇത്രയെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അതൊരു ഭാഗ്യം. നമ്മളവിടുത്തെ പോലെ ഇവിടെ നേരം പരപരാന്നങ്ങ് വെളുക്കുകയാണ്. പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം. പതുക്കെ സൂര്യത മേഘപാളിയൊക്കെ. ഇന്നത്തെ സൂര്യോദയം നമ്മൾ കണ്ടു. ഇനി ആരും സൂര്യോദയം കണ്ടില്ല എന്ന് വരാതെ പറയല്ലേ. കന്യാകുമാരിയിലെ സൂര്യോദയം നമ്മൾ കണ്ടിരിക്കുന്നു. ഓക്കെ, സൂര്യപാൽ ഇത്ര മെനക്കെട്ട് വന്നോളൂ. എത്ര ദിവസമായിട്ട് വരുന്നതെന്നറിയോ? ഇത് ഒന്ന് ദൃശ്യവൽക്കരിക്കുക. പക്ഷേ ഇന്നാണ് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയത്. അത് ഇത്ര നേരം കണ്ടില്ല. അപ്പോൾ വന്ന് പതുക്കെ ഒന്ന് എത്തി നോക്കിയിട്ട് പക്ഷി അങ്ങ് ഉള്ളിലോട്ട് മറഞ്ഞു. പതുക്കെ പോയി. സൂര്യഭഗവാനെ നമസ്കാരം.